ഇത് ഏകദേശം ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇടും. അതിന് കൂടുതലാണെങ്കിലും ഞങ്ങൾക്ക് വളരെ കുറച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിപ്പോ മുമ്പേ ഇരിക്കുന്നത് പ്രോട്ടീൻ ഫ്ലേവർ ആണ്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ചപ്പാത്തി ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ 3 എഗ് വെച്ചിട്ടുണ്ട്, പിന്നെ വാട്ടർ മെലോൺ ഉണ്ട്, പിന്നെ ഇതെന്താണ് കേർഡാണോ? യോഗേർട്ട്. ഇത് നമ്മുടെ സലാഡാണ്. പിന്നെ മുളപ്പിച്ച പയർ. ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഏകദേശം നമുക്ക് ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. 299 രൂപയെ വരുമ്പോൾ ഇത്രയും സാധനത്തിന് 3-4. പിന്നെ അതിന്റെ കൂടെ പ്രോട്ടീൻ ഷേക്കും എന്ത് വേണം, സുഖമായിട്ട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരു വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് കഴിക്കാൻ പറ്റിയ നല്ല ക്വാണ്ടിറ്റി ഉള്ള പ്രൈസ് ആണ്. പിന്നെ ഇത് വന്നിട്ട് തായ് സലാഡ്. അതും ഞാൻ ഇന്ന് വരെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കഴിച്ചിട്ടില്ല. നല്ല വെറൈറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന്റെ അകത്ത് പീനട്ട് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് പീനട്ട് ഗ്രില്ല് ചെയ്ത ബ്രസ്റ്റ്, അതുപോലെ തന്നെ ക്രഷ്ഡ് കാഷ്യൂ, പിന്നെ വെജീസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മസാല ക്രഷ്ഡ് കാഷ്യൂ, പിന്നെ ഇവരുടെ സ്പെഷ്യൽ മസാല എല്ലാം കൂടിയായിട്ടാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടായിട്ടാണ് ഇവർ കൊണ്ടുവന്നത്. ഞാൻ വളരെ കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എല്ലാം കൂടി കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്ന സാധനമാണ്. പിന്നെ ബേബി കോൺ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ബേബി കോൺ ഉണ്ടല്ലോ, ബേബി കോൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എഗ് മസാല, ഒരു രക്ഷയില്ല. എഗ് മസാലയ്ക്ക് പ്രൈസ് 3 എഗ് വെച്ചിട്ട് 59 രൂപീസേ ഉള്ളൂ. പിന്നെ ഇവരുടെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്നിലും ഓയിലി ഇല്ല, 0% ഓയിലാണ്. അത് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോ ഈ 3 എഗ് കഴിക്കുന്നത് നമുക്ക് അത്യാവശ്യം പ്രോട്ടീനും ഫാറ്റും എല്ലാം കിട്ടും. നല്ല സംഭവമാണ്. പിന്നെ മഷ്റൂം സൂപ്പ്, ക്രീമി മഷ്റൂം, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. ആദ്യം ഞാൻ വന്നപ്പോ അതായിരുന്നു കഴിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് പപ്പായയുടെ ഓട്സ് സ്മൂത്തിയാണ്. അതും നിങ്ങൾ വിചാരിക്കും ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഇല്ല. അവര് ഷുഗർ ആഡഡ് അല്ല. ഒന്നിനും ഹണി അല്ലേ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഹണിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഷുഗർ ഇല്ല. പിന്നെ ഈ നമ്മുടെ ചിക്കന്റെയും വെജീസിന്റെ ഒക്കെ റേറ്റ് കുറച്ച് കത്തി നിൽക്കുമ്പോൾ ആ ഒരു ചേഞ്ചസ് ഉണ്ടാവും. അല്ലാതെ വെച്ച് നോക്കിയാൽ മറ്റുള്ള സ്ഥാപനങ്ങൾ വെച്ച് നോക്കിയാൽ ഇത് ഏറ്റവും നല്ല അഫോർഡബിൾ പ്രൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇപ്പൊ ഈ എഗ് മസാല ഇന്നിപ്പോ നമ്മൾ ഈ ഒരു ടേസ്റ്റിൽ കഴിച്ചു, നാളെ വരുമ്പോൾ ഇവര് വേറൊരു രീതിയിലായിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ സ്ഥിരം വരുന്നവർക്ക് മടുത്തു പോകില്ല. നമ്മളിപ്പോ ഡെയിലി എഗ് കഴിക്കുന്നവരാണ്. ഞാൻ ഈ കോമ്പറ്റീഷൻ സമയത്ത് 10 എഗ് കഴിക്കും. അപ്പൊ ഡെയിലി കഴിച്ച് എഗ് വെറുത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിന്റെ ഒരു ഫാനായി മാറി. പിന്നെ സ്പൈസ് നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അച്ചാത്തൊന്നും പറ്റില്ല, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം.